ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ. നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങളുടെ അവിടെ അമ്പലത്തില് എല്ലാ സ്ഥലങ്ങളിലും തിരുവാതിര ആഘോഷമാണ്. മകേരിയും നോറ്റ് അതുപോലെ പിറ്റേ ദിവസം തിരുവാതിര നോൽക്കുകയാണ് എല്ലാ സ്ത്രീകളും. തിരുവാതിര വ്രതത്തിലായിരിക്കും അറിയാം. ഇവിടെ ഞങ്ങളുടെ ശിവക്ഷേത്രത്തില്, തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തില് പാതിര പൂ ചൂടുന്ന ചടങ്ങാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ തിരുവാതിര ആഘോഷിക്കുന്ന സ്ത്രീകളില്ലേ, പെൺകുട്ടികള്, അവരെയാണ് പൂത്തിരുവാതിരയ്ക്കായിട്ട് ചടങ്ങിനിരുത്തുക. അപ്പോൾ കൺമഷി, അതുപോലെ മുറുക്കാനുള്ള കൂട്ടുകളില്ലേ, വെറ്റില, അടയ്ക്ക, ചുണ്ണാമ്പ്, പിന്നെന്താ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടുത്ത് വെച്ച് കൺമഷി, ചാന്ത്, സിന്ദൂരം, ഇതെല്ലാം, അതുപോലെ കൂവ നനച്ചുകൊണ്ടുള്ള കുറിയും ഉണ്ടായിരിക്കും ട്ടാ. അപ്പൊ അതുകൊണ്ടാണ് കുറി തൊട്ടുക. തിരുവാതിരയുടെ പ്രധാന ആയിട്ടെന്ന് പറഞ്ഞാൽ കൂവപ്പൊടിയാണല്ലോ. അപ്പൊ ആ കൂവ വിരകിയത്, എട്ടങ്ങാടി നേദിച്ചത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നേദിച്ചതിന് ശേഷം ഇവിടെ കൊടന്നു വെച്ച് നമ്മൾ ചടങ്ങ് ചെയ്യുന്നതാണ് കേട്ടോ. എന്താ പറയാ, അപ്പൊ അതിന്റെ പൂജ നടക്കുകയാണ്. അപ്പൊ ആദ്യമായിട്ട് തിരുവാതിര നോൽക്കുന്ന പെൺകുട്ടിയാണ്, ആ കുട്ടിയുടെയാണ് പൂത്തിരുവാതിര എന്ന് പറയുക. അപ്പൊ അവര് ആദ്യം ആ ചടങ്ങെല്ലാം ചെയ്തതിന് ശേഷം ബാക്കി എല്ലാവരും പൂവ് ചൂടും. നമ്മളുടെ ദശപുഷ്പം അടങ്ങിയിട്ടുള്ള ഒരു പൂവ് കെട്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതെല്ലാവരും എടുത്ത് ചൂടുന്നതാണ്. ഞങ്ങൾ ഇവിടെ ഒരു കൂട്ടായ്മ തന്നെയുണ്ട്. എല്ലാ സ്ത്രീകളുടെയും ഇവിടെ അടുത്തുള്ള എല്ലാവരും ചേർന്നിട്ട് ഇവിടെ തിരുവാതിര ആഘോഷിക്കുന്നതാണ്. അപ്പൊ ആ ചടങ്ങുകളൊക്കെയാണ് നടക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് എടുക്കാനുള്ള താലമാണത്. അപ്പോൾ താലം എടുത്ത് വരവേറ്റ് വന്നതിന് ശേഷമാണ് ഈ പൂജകളൊക്കെ ചെയ്യുന്നത്. ചന്ദനമൊക്കെ അരച്ച് കുറി തൊട്ട്, ചന്ദനം ഉണ്ടായിരിക്കും, കൂവപ്പൊടി ഉണ്ടായിരിക്കും, കൂവ നനച്ച് കുറിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അത് നാവിലും തൊടും, അതുപോലെ തന്നെ നെറ്റിയിലും ചാർത്തണം എന്നാണ് പറയുക. ചിരാതെല്ലാം കത്തിച്ച് വെച്ച് നമ്മൾ പൂജയൊക്കെ നടത്തിയതിന് ശേഷം ഇതെല്ലാം കണ്ണെഴുതി പൊട്ട് തൊട്ട് ദശപുഷ്പം ചൂടി നമ്മൾ തിരുവാതിരയെ വരവേൽക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് ചടങ്ങുകൾ. കൂടുതൽ ആധികാരികമായിട്ടൊക്കെ പറഞ്ഞു തരാനൊന്നും എനിക്ക് അറിയില്ല. എൻ്റെ അറിവ് വെച്ച് ഞാൻ പറഞ്ഞു തന്നതാണ്. കുറെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞും മനസ്സിലാക്കിയും ഒക്കെ. തലേ ദിവസം ഞങ്ങൾ എന്ത് ചെയ്തു, മകേര്യത്തിന്റെ അന്ന് ഒരിക്കലെടുത്തു. എന്നിട്ട് എട്ടങ്ങാടി പുഴുങ്ങാനായിട്ട് ചുടാനായിട്ട് വെച്ചു. പുഴുങ്ങല്ല കേട്ടോ, ചുട്ടെടുക്കുക ചെയ്യുക, കനലിൽ ചുട്ടെടുക്കുക ചെയ്യുക. എട്ടങ്ങാടി എന്ന് പറയുമ്പോൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ 8 ഉണ്ടായിരിക്കും. അതുപോലെ മുതിര, പയറ്, കടല, ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കും. എന്നിട്ട് അത് നേദിച്ച് നമ്മൾ ഈ ചടങ്ങുകൾക്കായിട്ട് ഉപയോഗിക്കും. അതാണ് എട്ടങ്ങാടി. അങ്ങനെ എല്ലാവരും അതെല്ലാം പൂജയിലെല്ലാം പങ്കെടുത്തതിന് ശേഷം കണ്ണെഴുതി പൊട്ടുതൊട്ട്, ഭഗവാന്റെ പിറന്നാളും കൂടിയാണല്ലോ. അപ്പോൾ എല്ലാ ചടങ്ങുകളിലും എല്ലാവരും പങ്കെടുത്തു. കുരവൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഈ ചടങ്ങുകൾ ചെയ്യുന്നതൊക്കെ. അതുപോലെ തിരുവാതിര പാട്ട് പാടും. തിരുവാതിര കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ്, തുടിച്ച് കുളിച്ച് വന്നിട്ടൊക്കെയാണ് പണ്ട് കാലങ്ങളിൽ അങ്ങനെയൊക്കെയാണ് ചെയ്യുക. എന്നിട്ട് പൂ വറുത്തതിന് ശേഷം പാതിരാപ്പൂ ചൂടും. എന്നിട്ട് നമ്മൾ ഈ ചടങ്ങുകൾ ചെയ്യാനായിട്ടിരിക്കും. അങ്ങനെയാണ്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ, ഞങ്ങളുടെ നാട്ടിൽ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. നമുക്കിതൊക്കെ അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് അറിയണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അതാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. എപ്പോഴും നമുക്ക് കാണാമല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ. ഇനി ഈ താലങ്ങളെല്ലാം എടുത്ത് നമ്മൾ അമ്പലത്തിന്റെ പടിക്കലേക്ക് പോയി അവിടെ നിന്ന് എന്താ പറയാ, ആനയിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുക. എന്നിട്ട് വന്നിരുന്നാണ് പൂജകളൊക്കെ ചെയ്യുന്നത് കേട്ടോ. നല്ല രസം തന്നെയല്ലേ സന്ധ്യാനേരത്തെ അല്ല കേട്ടോ, 12 മണിക്കാണ് പാതിരാപ്പൂ ചൂടൽ. പാതിരയ്ക്ക് തന്നെയാണ് പാതിരാപ്പൂ ചൂടേണ്ടത്. പക്ഷെ ഞങ്ങളിവിടെ അത് ആ സമയത്തൊന്നും ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു 8 മണി സമയത്താണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. ആ ചടങ്ങുകൾ എല്ലാം ഒന്ന് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പാതിരയ്ക്കാണ് പൂ ചൂടുക. അപ്പൊ അതിന്റെ പൂജകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദേവിയൊക്കെ സങ്കല്പിച്ചുകൊണ്ട് പൂജ ചെയ്യാണ്. ഗണപതി, വിഷ്ണു, അങ്ങനെയുള്ള എല്ലാ ദൈവങ്ങളെയും നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് ഓരോരുത്തർക്കായിട്ട് പൂജകൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത്തരം എന്താ പറയുക, കണ്ണെഴുതലും പൊട്ടുതൊടലും അങ്ങനെയുള്ള പൂച്ചൂടലൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് തിരുവാതിരയുടെ സമയത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ.
അപ്പൊ ഒരു വീഡിയോ അങ്ങനെ ചെയ്യാൻ സാധിച്ചതിലും സന്തോഷം തോന്നുകയാണ്. കാരണം എനിക്ക് കുറെ അറിയാത്ത കാര്യങ്ങൾ ഇതിലുണ്ട് കേട്ടോ. അതൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇതിൽ കുറെ കാര്യങ്ങൾ അറിയാത്തതുണ്ടായിരിക്കും, നിങ്ങൾക്ക് കൂടുതൽ അറിയുന്നതുണ്ടായിരിക്കും. എന്തായാലും ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, എന്തായാലും നമ്മൾ എല്ലാ പ്രാവശ്യം നമ്മൾ നോൽക്കാറുണ്ട്. പക്ഷെ കൂടുതൽ കാര്യങ്ങളൊന്നും ആധികാരികമായിട്ട് പറഞ്ഞു തരാനും അറിയില്ല, എന്താന്നുള്ളതും അറിയില്ല. അപ്പൊ എല്ലാവരും ഒന്ന് കാണുക. ഞങ്ങളുടെ നാട്ടിൽ ഇപ്പൊ ഞങ്ങളിങ്ങനെ ഒത്തുകൂടിയിട്ട് കുറച്ചൊരു കൂട്ടായ്മ പോലെ ആയിട്ട് എല്ലാ പ്രാവശ്യം നടത്താറുണ്ട്. പിന്നെ തിരുവാതിര കളികൾ അങ്ങനെയൊക്കെ ആഘോഷിക്കാറുണ്ട് കേട്ടോ, നമ്മളാൽ കഴിയുന്ന രീതിയിൽ. ഇതിൽ എട്ടങ്ങാടി ചൂടുന്നൊക്കെ എനിക്കറിയാത്തൊരു കാര്യമാണ്. എന്നാലും അതിൽ പങ്കാളികളായി പങ്കെടുക്കാനും സാധിച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഇതാ പാതിരാപ്പൂവ് ആണ് എല്ലാവർക്കും കൊടുക്കുന്നത്. ഞങ്ങൾ പാതിരാപ്പൂ ചൂടാനുള്ള ആ പൂവ്, ദശപുഷ്പങ്ങൾ അടങ്ങിയിട്ടുള്ള പൂവിന്റെ ഓരോ ബണ്ടിലാണ് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അതൊക്കെ നമ്മൾ തലയിൽ ചൂടും. ഇതൊക്കെ തന്നെയാണ് അതിന്റെ ചടങ്ങുകളും കാര്യങ്ങളും. അപ്പൊ ഇനി എല്ലാവരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ കട്ട സപ്പോർട്ട് ഉണ്ട് എന്ന് അറിയാം. ഇനിയും അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ. എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് വരണ്ട്. ഇനി ഒരിക്കൽ എട്ടങ്ങാടി ചുടുന്നൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, നോക്കട്ടെ, കിട്ടുകയാണെങ്കിൽ നമ്മൾ അതൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എട്ടങ്ങാടി ചുടല് ഇതൊക്കെ ഇങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്തതാണ്. ഓക്കെ, നേന്ത്രിക്കാവ് ക്ഷേത്രം കേട്ടോ. അപ്പൊ ഇത്രയുള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.